എൻ്റെ പേര് സീതാരി. എവിടുന്ന്? എന്നോട് മേപ്പറമ്പ് വേഴുങ്കര. അതെ. ഏതാ വാർഡ്? 48 വാർഡ്. ഇപ്രാവശ്യം ചൂടെങ്ങനെയാണ്? രാഷ്ട്രീയ ചൂട് നല്ല ചൂട് തന്നെയാണ്. ആരാണ് കൊണ്ടുപോവാ? സന്ദീപ് വാര്യരുടെ വരവ് അത് UDF ഗുണം ചെയ്യും. ഈ ഒരു MLA അവർ ചെയ്യാവുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ചെയ്തിട്ടുണ്ട്. കാരണം ചെയ്തിട്ടുണ്ട്. ഒരു MLAക്ക് കിട്ടാവുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്. പാലക്കാട് മണ്ഡലത്തില് വൻ ഭൂരിപക്ഷത്തോടു കൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും സന്ദീപ് വാര്യരുടെ വരവില് എന്തെങ്കിലും പ്രതീക്ഷ? പാർട്ടിക്ക് ഗുണം ചെയ്യുള്ളൂ. അത് സന്ദീപ് വാര്യർ മാത്രമാവോ അതോ ഒരു അടിയൊഴുക്ക് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആകാം. ഒരു വൻ ഉള്ളുന്ന അടിയൊഴുക്കുണ്ടാകാം. അടിയൊഴുക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകാം. എന്താണ് പുതിയ രാഷ്ട്രീയ ചുറ്റുപാടുകൾ പാലക്കാട്? പുതിയ രാഷ്ട്രീയ ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ പാലക്കാട് മണ്ഡലത്തിൽ വോട്ടുള്ള ആളല്ല. എങ്കിലും കൂടി എടുത്ത് വിട്ടൊരു സ്ഥിതിവിശേഷം പറയുകയാണെങ്കിൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അടിച്ച് കാണുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. അതല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ലൊരു യുവ പ്രതിഭ. പിന്നെ ഷാഫി പറമ്പിലിന്റെ പിൻഗാമി. ഷാഫി പറമ്പിൽ ഈ പാലക്കാട് മണ്ഡലത്തിൽ നല്ല വികസന പ്രവർത്തനങ്ങളും നല്ല ബന്ധങ്ങളും ആളുകളെ കയറ്റി നല്ല ബന്ധങ്ങളും ഒക്കെ നടത്തിയിട്ടുള്ളത്. ആ ഷാഫി പറമ്പിലിന്റെ ഒരു നോമിനി തന്നെ പറയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ. അപ്പൊ ആ ഷാഫി പറമ്പിൽ തുടങ്ങി വെച്ച പദ്ധതികളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഒരു കഴിവുറ്റ പ്രാപ്തിയുള്ള ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതാണ് ഇവിടെയുള്ള ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ പറയുന്നത്. സന്ദീപ് വാര്യർ മാത്രമാവോ അതോ സന്ദീപ് വാര്യരുടെ കൂടെ ഒരു അടിയൊഴുക്ക് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ? സന്ദീപ് വാര്യരുടെ കൂടെ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു അടിയൊഴുക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും ഇത് BJPക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ കോൺഗ്രസ് നിന്ന് പോയത് ഒന്ന് പിന്നെ പത്മജ ഒരു പിന്നെ ജനങ്ങളെ കയ്യിലെടുക്കാനോ അല്ലെങ്കിൽ ചാനലുകളിലൊക്കെ പോയിട്ട് ഇരുന്നുകൊണ്ട് പാർട്ടിയെ പിന്നെ സംരക്ഷിക്കാനോ പ്രതിരോധിക്കാനോ ഒന്നും കഴിവുള്ള ഒരാളല്ല പത്മജ. അതുപോലെ തന്നെ ഈ അനിൽ ആന്റണിന്റെ മകൻ, അതുപോലെ തന്നെ ശരിന് ഒരു അധികാരമോഹിയാണ്. പക്ഷേ സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വാഗ്മിയാണ്. ചാനലിലായാലും സ്റ്റേജിലായാലും പൊതുയോഗത്തിലായാലും ഒക്കെ പ്രസംഗിച്ച് ജനങ്ങളെ കയ്യടി വാങ്ങാനും പാർട്ടിക്കൊപ്പം ജനങ്ങളെ അണിനിരത്താനും കഴിവുള്ള ഒരു നേതാവാണ് സന്ദീപ് വാര്യർ. ഒരു മുതൽക്കൂട്ടാവും. പറഞ്ഞ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ഇപ്പൊ കോൺഗ്രസിനെ ചീത്ത വിളിച്ച ഒരുപാട് ആളുകളുണ്ട്. കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ ചീത്ത വിളിക്കുന്നവരുണ്ട്, ഇപ്പോഴും വിളിക്കുന്നവരുണ്ട്, നേരത്തെയും വിളിച്ചവരുണ്ട്. കോൺഗ്രസിനെ തള്ളി പറഞ്ഞവര്. ഇപ്പൊ ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിനെ ചീത്ത പറഞ്ഞ് CPM-ലേക്ക് പോയതാ. അത് തിരിച്ച് കോൺഗ്രസിലേക്ക് തന്നെ വന്നു. സോണിയാഗാന്ധിയെ മദാമ എന്ന് വിളിച്ചത് മുരളീധരൻ മദാമ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കോൺഗ്രസിൽ അതിന് കുറച്ച് സ്വാതന്ത്ര്യം കൂടുതലാണ്. അതൊക്കെ കുറച്ച് സ്വാതന്ത്ര്യം കൂടുതലാണ് കോൺഗ്രസിൽ. അതല്ല ഇപ്പം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. അതൊക്കെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ പിണറായി വിജയന്റെ അടുത്ത് നിന്ന് വരാൻ പറ്റുന്നതാണോ മലപ്പുറത്ത് സ്വർണ്ണക്കടത്തും? അതൊന്നും ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ലാത്ത. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട് വാങ്ങിയാണ് അയാൾക്ക് തുടർഭരണം ഉണ്ടായത്. DMK ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് DMK-നെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടി ആയിട്ടില്ല. എങ്കിലും ഒരു സ്ഥാനാർത്ഥിനെ നിലമ്പൂരിൽ സ്വതന്ത്രനായി മത്സരിച്ച ഒരാള് PV അൻവർ ഈ പാലക്കാട്ട് ചേലക്കരയിലൊക്കെ കൊണ്ടുവന്നുകാണ്ട് ഒരു സ്ഥാനാർത്ഥിനെ നിർത്തുക എന്ന് പറയുമ്പോൾ അത് ഒരു അംഗീകരിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അതിലൊരു പക്ഷേ CPM-ഉം കോൺഗ്രസും ഒക്കെ നെട്ടിയിട്ടുണ്ടാ. വോട്ട് എത്ര കിട്ടിയില്ല എന്നുള്ള അല്ല വിഷയം. ഇടതുപക്ഷ ചിന്താധികാരനാണ്, ഇടതുപക്ഷക്കാരനാണ്. പക്ഷെ ഇവിടുത്തെ അഭിപ്രായം ഇപ്പൊ കണ്ടിട്ട് ഇവിടെ ഇടതുപക്ഷത്തിന് വലിയൊരു കോപ്പ് കാണുന്നില്ല. ഇവിടെ മാങ്കൂട്ടം തന്നെ ജയിക്കാന്നില്ല എനിക്കൊരു അഭിപ്രായം കിട്ടിയത്. സപ്പോർട്ട് ചെയ്യാല്ല, പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞു നോക്കുമ്പം അങ്ങനെയാണ്. ഓനെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ചെയ്യാതെ നിന്നിട്ടും കാര്യമില്ല. രണ്ടാം സ്ഥാനത്ത് തന്നെ വരാൻ സാധ്യത കാണില്ല. മൂന്നാം സ്ഥാനത്ത് പോകുന്നില്ലതാണ് ഇപ്പൊ ഇവിടുത്തെ നാട്ടുകാര് പറയുന്നത്. പാർട്ടി ചിഹ്നം അങ്ങനെ കൊടുക്കൂല. പെട്ടെന്ന് വരുന്ന ആൾക്കൊന്നും പാർട്ടി ചിഹ്നം കൊടുക്കൂല. അത് കൊടുക്കാൻ പറ്റൂല. അത് കൊടുത്ത് അത് അതിന്റെ ആ ടീം അന്വേഷിച്ച് പിടിച്ച് അതിന്റെ ശേഷമേ കൊടുക്കുള്ളൂ. പെട്ടെന്നൊന്നും കൊടുക്കാൻ പറ്റിയല്ലോ ചിഹ്നം. മനഃപൂർവ്വം തോൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയല്ല,
മനഃപൂർവ്വം തോൽക്കാനല്ല. ഇവിടെ മത്സരം ചില സ്ഥലത്ത് കടാക്കടയൊന്നും പറയുന്നുണ്ട്. 3 സ്ഥാനാർത്ഥികളും കടാക്കട അത് പറയുന്നവരുണ്ട്. ആർക്കാ ജയിക്ക എന്നും പറയുന്നുണ്ട്. ഒരു അഭിപ്രായത്തില് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം NN കൃഷ്ണദാസ് CPM-ന്റെ സമുന്നത നേതാവ്, പിന്നെ സെക്രട്ടേറിയറ്റ് അംഗം, അല്ല സംസ്ഥാന സമിതി അംഗം, അതുപോലെ മുൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറി, തൊഴിലാളി നേതാവ്, ഇയാളാണ് ഇവിടെ കഴിഞ്ഞ ദിവസം മത്സരിച്ച് 3-ാം സ്ഥാനത്ത് പോയത്. അതുകൊണ്ട് തന്നെ CPM-ന് ഈ മണ്ഡലത്തിൽ ഒരു പ്രതീക്ഷയില്ല. അപ്പൊ എന്താ വെച്ചാൽ ഒരു സരിന്റെ തലയിലാണ് വെച്ച് കെട്ടിയാല് നാളെ തോറ്റു കഴിഞ്ഞാലും പറയാം അത് ഞങ്ങളെ സ്ഥാനാർത്ഥിയല്ല, ഞങ്ങളെ ചിഹ്നമല്ല. ചോദ്യം വന്നിട്ട് കാര്യമല്ല. ഇവിടുത്തെ അഭിപ്രായം കേട്ട് നോക്കുമ്പോ അതിനെ അനുകൂലിക്കല്ലാതെ പറ്റില്ല. അതാണിപ്പോ ഇവിടെ എനിക്ക് മനസ്സിലായത്. ഞാനും അവന്റെ പാർട്ടിക്കാരനാണ്. ഇപ്പൊ പെട്ടെന്ന് കോൺഗ്രസിൽ നിന്ന് വന്നാണത്. അപ്പൊ അങ്ങനെ ഇപ്പോഴത്തെ ജനങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ട്. ഇന്നലെ കോൺഗ്രസിന്റെ ചാടികൾ വന്ന് ഇവിടെ പണിയെടുത്ത് കണ്ടമാനം പണിയെടുത്ത് പാർട്ടി ഉണ്ടാക്കിയ ആൾക്കാരെ സ്ഥാനാർത്ഥി ആക്കാത്തൊരു എതിർപ്പ് കൂടെ ഉണ്ട്. ഒരു എതിർപ്പുണ്ട്. അങ്ങനെ കുറെ അങ്ങനെ ഒരു എതിർപ്പ് കുറെ ഉണ്ട്, പാർട്ടിക്കാർക്ക് തന്നെ ഉണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പില് ജനാധിപത്യവും മതേതരത്വവും വിജയിക്കണം. ആര് ജയിച്ചാലും വേണ്ട, വർഗീയത പരാജയപ്പെടണം, ജനാധിപത്യം മതേതരത്വം വിജയിക്കണം. പാലക്കാട് BJP-ക്കാണല്ലോ കൂടുതൽ ചാൻസ്. BJP 2ാം സ്ഥാനത്ത് വന്നാണ് കഴിഞ്ഞ പ്രാവശ്യം. ഈ പ്രാവശ്യം BJP-യുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. സന്ദീപ് വാര്യരുടെ കൂറുമാറ്റാണോ? സന്ദീപ് വാര്യര് BJP-യുടെ ചാനൽ ചർച്ചകളിൽ വലിയൊരു താരായിരുന്നു. അദ്ദേഹം ഇന്നലെ ചാനൽ ചർച്ചയിലല്ലല്ലോ ഇതൊന്നും തീരുമാനിക്കപ്പെടുന്നത്. ചാനൽ ചർച്ചകൾ ഒരുപാട് ജനങ്ങൾ വീക്ഷിക്കുന്ന ഒരു ചർച്ചയാണ്. അതിൽ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇതുവരെ ഞാൻ ഒരു BJP-യുടെ കൂടാരത്തിൽ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് നടത്തിയിരുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. അതെല്ലാം ഒഴിവായിക്കൊണ്ട് അദ്ദേഹം സമൂഹത്തിലെ നല്ലൊരു മനുഷ്യനായിക്കൊണ്ടും വർഗീയത ഒഴിവായിക്കൊണ്ടും മനുഷ്യരെ ഒന്നിച്ച് കാണാൻ വേണ്ടി UDF-ന്റെ കൂടെ പ്രവർത്തിക്കണം എന്നാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. ആ തീരുമാനം ജനാധിപത്യ സമൂഹം മൊത്തം സ്വാഗതം ചെയ്യും എന്നാണ് എൻ്റെ അഭിപ്രായം. അതിപ്പോ നാളെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതിന് ഉറപ്പില്ലല്ലോ. പക്ഷേ ഒരു ചതി നടത്തിയ ഒരു സ്ഥാനാർത്ഥി ഉണ്ട് ഇവിടെ, സരിൻ. അദ്ദേഹത്തിന് ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ അന്ന് അവസരം കൊടുത്തതാണ്. ഈ 1.5 വർഷക്കാലം അദ്ദേഹത്തിന് ക്ഷമിക്കാൻ സാധിക്കാതെ, അതും CPM-നെയും പിണറായിയെയും നിശിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം വളരെ പെട്ടെന്ന് അതിൽ പോയി ഒരു സ്ഥാനാർത്ഥിയായി അതിനെ CPM സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്ക് ഒരു കളിപ്പാവന കിട്ടിയ പോലെയാണ് അവർ അതിനേറ്റ് നടക്കുന്നത്. ചിഹ്നം CPM-ന് കൊടുക്കാത്തത് ഏറ്റവും വലിയ അടിപറ്റി. നിയമസഭയ്ക്ക് ഇപ്പോ പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം അവര് ഒറ്റടിക്ക് വന്ന ഒരാൾക്ക് അങ്ങനെ പാർട്ടി ചിഹ്നം ഒന്നും കൊടുക്കൂല. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ 10 കൊല്ലമായിട്ട് PV അൻവറിന് നിലമ്പൂർ കൊടുത്തിട്ടില്ല. 15 കൊല്ലമായി KT ജലീല് പിന്നെ അയാൾക്ക് കൊടുത്തിട്ടില്ല. അതുപോലെ അല്ലല്ല, അവരാരും പാർട്ടി മെമ്പർമാരല്ല. പാർട്ടി മെമ്പർ സ്ഥാനം അതിൽ കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 10-15 കൊല്ലം തന്നെങ്കിലും ഇവർ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്തിട്ട് കീഘടത്തിൽ കൂടെ വരണം. അല്ലാതെ കോൺഗ്രസിലും BJP-ലും ലീഗിലൊക്കെ മെമ്പർഷിപ്പ് കിട്ടണം. അതിൽ CPM-ക്ക് ഓടി ചെന്നാൽ മെമ്പർഷിപ്പ് കിട്ടൂല. അതൊരുപാട് കാലം അവർക്ക് ബോധ്യപ്പെടണം. ഇവൻ പാർട്ടി എല്ലാം പഠിച്ച് എല്ലാ ആശയങ്ങളും എല്ലാ തത്വങ്ങളും ഒക്കെ പഠിച്ചു. ഇനി ഇദ്ദേഹത്തിന് പാർട്ടി ലെവലിൽ കൊണ്ടുവരാമെന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടുമ്പോഴാണ് മെമ്പർഷിപ്പ് കൊടുത്ത് താഴെ ഗഡൂല് ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി അങ്ങനെ കയറ്റ. അപ്പോഴേ ഇവർക്ക് ഈ ചിഹ്നം കൊടുക്കാൻ അവകാശമുള്ളൂ, സാധ്യത ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ പഠിച്ചത്. പിന്നെ ഞാൻ ഇവിടെ അടുത്ത കാലത്ത് ചിഹ്നം കൊടുത്തത് കണ്ടത് പൊന്നാനിയിൽ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി K. സംസക്കാണ് ഇവർ അരിവാഴ്ച ചിഹ്നം കൊടുത്തത്. അതിന് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഇത് പറയാനുള്ള എന്താ ചോദിച്ചു കഴിഞ്ഞാല് അവിടുത്തെ വോട്ടിംഗ് ശതമാനം ഒരു ദേശീയ പാർട്ടി പദവി നിലനിർത്തൽ എന്ന ആ തത്വത്തിന് അത് ആവശ്യമാണ്. അപ്പൊ ആ വോട്ടിന്റെ എണ്ണം ഒരു ടിവിന്റെ പേരിലോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷന്റെ വോപ്പുക്കോ പോകാതെ അത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് തന്നെ കിട്ടണം ആ ദേശീയ പാർട്ടി പദവി നിലനിർത്തണമെങ്കിൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ കൊടുത്തത്. ഇവിടെ ഇവർ ഈ ചിഹ്നം ഒന്നും കൊടുക്കൂല. അത് ഇന്നലെ വന്നൊരാൾക്കും അവർ ചിഹ്നം കൊടുക്കൂല. പിന്നെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 3ാം സ്ഥാനത്തേക്ക് പോകും സരി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. 2ാം സ്ഥാനത്ത് BJP വരും എന്നുള്ളതാണ്. 3ാം സ്ഥാനത്തേക്ക് സരി തള്ളപ്പെടും. സ്വന്തം വോട്ട് തന്നെ കിട്ടില്ലല്ലോ.
സ്വതന്ത്രന്മാർക്കൊന്നും ഇവിടെ ഒന്നുമില്ല. ഇപ്പൊ ഡി എം കൊന്നും ഇവിടെ ഒരു ആധിപത്യം. അൻവർ നിർത്തിയ സ്ഥാനാർത്ഥിനെ പിൻവലിച്ചു. അപ്പൊ അതില് പിന്നെ ഒരു ചെങ്ങായി അതിന് അത് പിൻവലിച്ചോണ്ട് ഓൻ അതിന് രാജ്യം എത്തിയായിട്ട് ഓന്റെ വക ഒരു സ്ഥാനാർത്ഥിനെ ഇട്ടതാ. ഓനൊന്നും ഓടിയെത്തി. അതൊന്നും ഇവിടുത്തെ ഈ മൂന്ന് മുന്നണിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. ഇവിടുത്തെ ഒരു വിഷയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളത് ഒന്ന് കോൺഗ്രസ് ഒന്ന് BJP ആണ്. കാരണം NN കൃഷ്ണദാസ് എന്ന് പറഞ്ഞ CPM-ന്റെ സമുന്നതനായ നേതാവ് 3ാം സ്ഥാനത്തേക്ക് പോയ മണ്ഡലം. അവിടെ സരിന് ഒരു പ്രസക്തി ഇല്ല. കാരണം സരിൻ ഇന്നലെ കോൺഗ്രസ് വിട്ടു വന്ന ആളാണ്. അതിൽ തന്നെ ഒരു 20-30% സഖാക്കൾ തന്നെ പറയുന്നുണ്ട് ഇന്നലെ വന്ന ഓന് ഞങ്ങൾ വോട്ട് ചെയ്യൂല. അപ്പം ഈ സരിന് 3ാം സ്ഥാനമാണ് ഇവിടെ പാലക്കാട്ടുകാർ കാണുന്നത്. അനുഭാവികൾ ആർക്കാ വോട്ട് ചെയ്യാ? അതെ, ഒന്നുകിൽ BJP കഴിയല്ലേ കോൺഗ്രസ് ചെയ്യും. അതിൽ കൂടുതൽ ആളുകൾ പറഞ്ഞ് മാങ്കൂട്ടത്തിന് ചെയ്യുന്ന UDF ചെയ്യുന്നുള്ളതാണ് കൂടുതൽ സഖാക്കൾ പറഞ്ഞ്. രമ്യക്ക് ചാൻസ് ഉണ്ടോ? രമ്യക്ക് ചാൻസ് ഉണ്ട്. ഒരു 5000-8000 വോട്ടിന് ജയിക്കുന്നുള്ളതാണ്. 5000-8000 അടി വോട്ടിൽ ജയിക്കുന്നുള്ള ഒരു അഭിപ്രായമാണ്. നമ്മൾ അവിടെ പോയതാണ്. DMK അൻവറിന്റെ പാർട്ടിയല്ലേ, അതെങ്ങനെ അവിടെ ജയിക്കുക? സ്വാഭാവികമായിട്ട് നമുക്ക് ആലോചിച്ചാൽ എല്ലാവർക്കും ആലോചിച്ചറിയുന്ന കാര്യമല്ലേ. അവിടെ ഇടതുപക്ഷം 28 കൊല്ലമായിട്ട് ഇടതുപക്ഷത്തിന്റെ സീറ്റാണ്. 15000, 12000, 18000 വോട്ടിന് അത് രമ്യക്കാണ് ഗുണം ചെയ്യുക. കാരണം രമ്യക്ക് എന്താ വെച്ചാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ രമ്യക്ക് 10-35,000 വോട്ട് കിട്ടിയത് അവിടെ ഈ ചേലക്കര മണ്ഡലത്തുണ്ട്. അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയാ ചെയ്തത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് 40,000 ഭൂരിപക്ഷം ഉള്ളത് 5000 ചുരുങ്ങി. അപ്പൊ അവിടെ രമ്യ ഇപ്പോൾ അവിടെ താരാണ്. പിന്നെ ഭരണവിരുദ്ധ വികാരം നിലക്കുണ്ട്. പിന്നെ ഈ DMK മുന്നണിയുടെ ആ വരവ് അത് CPM-നെയാണ് ബാധിക്കുക. കാരണം അൻവർ CPM-നല്ലേ തള്ളി പറയുന്നത്. CPM-നെ എന്നാണ് ബാധിച്ചോളതൊന്നുമില്ല അൻവറിന്റെ വരവ്. പിന്നെ ആരെയാണ് ബാധിക്കുക? അതുകൊണ്ടിപ്പോ ഞങ്ങൾ അടുത്ത വർഷം ജയിക്കാനുള്ള സാധ്യതയൊക്കെ അവിടെ ഉണ്ട്. അങ്ങനെ പറയുന്നു. ഇത് പോട്ടെ, അത് പാർലമെന്റും നിയമസഭയായിട്ട് മാറ്റുന്നുണ്ട്. അല്ല ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പിന്നെ പാർലമെന്റൊക്കെ ഇവിടെ UDF-നെ തെരഞ്ഞെടുക്കുക, മറ്റേക്ക് LDF-നെ തെരഞ്ഞെടുക്കുക, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് ഇവിടെ. അപ്പൊ ആ നിലയ്ക്ക് ഞങ്ങളവിടെ ജയിക്കാനൊക്കെ സാധ്യത ഉണ്ട്. നല്ല മനുഷ്യനാണ്. നല്ല വോട്ട് പിണറായിനെതിരെയാണ്. അതെ, അതന്നെയാണല്ലോ ഇവിടെ പറഞ്ഞേ. ഭരണവിരുദ്ധ വികാരം അത് ആ മണ്ഡലത്തിൽ അലയടിക്കുന്നുണ്ട്. 40% മുസ്ലിങ്ങളുള്ള മണ്ഡലമാണത്. ഈ മുസ്ലിങ്ങളെ മുഴുവൻ പിണറായി തള്ളി പറഞ്ഞാണ്. മലപ്പുറത്തിലൂടെയും കോഴിക്കോട്ടിലൂടെയൊക്കെ തള്ളി പറഞ്ഞാണ്. അതുകൊണ്ട് ആ മുസ്ലിം വോട്ടുകൾ, സഖാക്കളായ മുസ്ലിം വോട്ടുകളൊന്നും ഈ പ്രാവശ്യം CPM-ലേക്ക് പോകില്ല. ഇവിടെ ആകെ 3 മുന്നണിയാണ്. ഒന്ന് UDF, ഒന്ന് BJP, ഒന്ന് LDF. അത് 1ാം സ്ഥാനത്ത് നിന്നിരുന്ന UDF ആണ്, 2ാം സ്ഥാനത്ത് BJP ആണ്, 3ാം സ്ഥാനത്ത് LDF ആണ്. ഇവിടെ അതിനുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. CPM-ന് ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. പഴയ ആൾക്കാരൊക്കെ ചിഹ്നം നോക്കിയിട്ടാണ് ഇപ്പോഴും CPM-ന് വോട്ട് ചെയ്യുന്നത്. അത് ഈ പ്രാവശ്യം CPM-ന് ഭയങ്കര അടിപറ്റും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. പക്ഷെ ഇന്നലെ സന്ദീപ് വാര്യരുടെ വരവോട് കൂടിയിട്ട് ഇവിടെ UDF-ന്റെ പ്രവർത്തകരൊക്കെ വിചാരിച്ചിരുന്നത് ഒരു 10,000 വോട്ടിന് വിജയിക്കുന്നതാണ്. ഇതിപ്പോ BJP-യുടെ ഇടയിൽ നല്ലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു താരായതുകൊണ്ട് അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അതുകൊണ്ട് ഒരു 15,000-20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടം വിജയിക്കുമെന്നാണ് ഇവിടുത്തെ പ്രതീക്ഷ. വെൽക്കം.